അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഫ്രീ ആണ്. എന്നാൽ അത് എപ്പോഴും അങ്ങനെയല്ല. ഇൻകം ടാക്സ് നിയമത്തിലെ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്നത്. പ്യുവർ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് നിങ്ങൾക്ക് വേറെ ഇൻകം സോഴ്സുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന്, സാലറിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഇൻകം ഉള്ളപ്പോഴാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ബിസിനസ് ഇൻകം ഉണ്ട്, 4 ലക്ഷം രൂപ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. പ്രമാഫേസി നമ്മൾ നോക്കുമ്പോൾ 12 ലക്ഷത്തിൽ താഴെയാണ് എൻ്റെ ടാക്സബിൾ ഇൻകം, എനിക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നത് 14 ലക്ഷം രൂപയുടെ ടാക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ബേസിക് എക്സംഷൻ ലിമിറ്റ് ന്യൂ റെജിമിൽ 4 ലക്ഷം പ്ലസ് നിങ്ങളുടെ അഗ്രികൾച്ചറൽ ഇൻകമായ 4 ലക്ഷം ചേർത്ത് 8 ലക്ഷം രൂപയുടെ ടാക്സും വർക്കൗട്ട് ചെയ്യും. ഇതിന് ഡിഫറൻസ് ആണ് ശരിക്കും നിങ്ങൾ ഇൻകം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ ഇൻകം 12 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 87A റിബേറ്റ് മാക്സിമം ഒരു 60,000 വരെയും കിട്ടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 10,000-15,000 രൂപയോളം ഈ പറഞ്ഞ എമൗണ്ടിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്.